മാഡൂസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോണി. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കയ്യന്യം എന്നൊരു ഔഷധച്ചെടിയാണ്. കയ്യോന്നി എന്നും അറിയപ്പെടും. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോകൾ പെട്ടെന്ന് കിട്ടുവാൻ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാൻ ഈ കയ്യന്യം ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് കയ്യന്യം. ഇത് നമ്മുടെ ഒരു 10-30 വർഷം ഒന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കൃഷിയിടങ്ങളിലും നമ്മുടെ വെറുതെ കിടന്ന പറമ്പുകളിലൊക്കെ ഇഷ്ടം പോലെ കണ്ടുവന്നിരുന്ന ഒരു ഔഷധച്ചെടിയാണ്. ഇന്നിപ്പം വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ അടുത്തടുത്ത് വന്നതോടുകൂടി ഈ നമ്മുടെ കൃഷിയിടവും നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ വെറുതെ കിടന്ന പറമ്പുകളൊന്നും നമുക്ക് ഇല്ലാതായി. അപ്പോൾ അതോടുകൂടി ഇതിൻ്റെ വംശനാശം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഇത് വളരെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് കണ്ടുവരുന്നത്. ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഔഷധച്ചെടി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പുകളിലോ ഇതുപോലെ ഗ്രോബായിലോ നട്ടു വളർത്തുകയാണെങ്കിൽ നമുക്ക് വളരെയേറെ ഗുണം ചെയ്യും. കാരണം ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട. നമ്മുടെ പറമ്പിലേക്കൊക്കെ ഉള്ള വളങ്ങളുടെയൊക്കെ പങ്ക് പറ്റിയാണ് ഇത് വളരാറ്. പിന്നെ നമ്മൾ ഗ്രോബായി ചെയ്യുകയാണെങ്കിൽ കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് തഴച്ചു കൊടുക്കും. ഇതുകൊണ്ട് ഇത് നല്ല നീരുള്ള ചെടിയാണ്. ഇത് ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നീര് കിട്ടും. അപ്പോൾ ഇത് അതുകൊണ്ട് എണ്ണ കാച്ചി തലയിൽ വെച്ചാൽ നല്ലതാണെന്നാണ് നമ്മുടെ പഴമക്കാർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ ഹെയർ ഓയിൽ കമ്പനികളൊന്നും ഇല്ലാതെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും സഹോദരിമാരും ഒക്കെ ഈ കയ്യന് ഉപയോഗിച്ച് എണ്ണ കാച്ചിയാണ് തലയിൽ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ അറിവൊന്നും അല്ല കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവുകളൊന്നുമില്ല. എന്നാൽ ഈ പഴമക്കാരിങ്ങനെ വർഷങ്ങളായിട്ട് ഇത് പിന്തുടർന്ന് പോകുന്നത് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന അറിവുകളാണ്. അതിപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരുമായിട്ട് ഞാനതൊന്ന് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് ഇത് എങ്ങനെയാണ് എണ്ണ കാച്ചുന്ന കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. 1 കിലോ വെളിച്ചെണ്ണയുടെ കണക്കാണ് പറയുന്നത്. 1 കിലോ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നല്ല മായം ചേരാത്ത എണ്ണ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ കേര വെളിച്ചെണ്ണ നല്ലതാണ്, സർക്കാരിൻ്റെയാണ്, നല്ല എണ്ണയാണ്. അപ്പോൾ 1 കിലോ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ ഉരുളിക്കകത്ത് അടുപ്പ് വെച്ച് അതായത് കണ്ടമാനം തീ ഉപയോഗിക്കരുത്, ചെറിയ തീയിലൂടെ കൊടുക്കാവുള്ളൂ. അപ്പോൾ എണ്ണ തിളയ്ക്കാൻ നോക്കണം. എണ്ണ ചൂടാകുമ്പോഴത്തേന് വേണം നമ്മളിത് ഈ കയ്യന്നം ഇടാനായിട്ട്. അപ്പോൾ ഈ കയ്യന്യത്തിന് നല്ല ഒരു പിടി തണ്ട് എടുത്തിട്ട് ഇടിച്ചു പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് നീര് അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ആ എണ്ണ ചൂടായി കഴിഞ്ഞ് ഒഴിക്കാവുള്ളൂ. അല്ല ഇതിൻ്റെ നീരിൻ്റെ അതുകൊണ്ട് എണ്ണ ഒഴിക്കുക. അടുപ്പ് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. എണ്ണ തിളയ്ക്കാൻ നോക്കണം. എണ്ണ തിളച്ച് കഴിഞ്ഞ് എണ്ണ കരിഞ്ഞു പോകും. അപ്പം ഈ നീരായിട്ടാണെങ്കിൽ 1 ഗ്ലാസ് എടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ നെല്ലിക്ക 10 നെല്ലിക്ക നന്നായിട്ട് അത് ഒന്ന് ഇടിച്ച് പിഴിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ അത് ഇതോട് തൊണ്ടോടെ ഇട്ടാച്ചാൽ മതി. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നീര് എടുക്കുന്നില്ല, ഒരുപടി ഈ തണ്ടെടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് ഇടിച്ച് നല്ല ചതഞ്ഞ് നല്ല കുഴമ്പ് പോലെ ഇടിച്ചിട്ട് ഇതിൻ്റെ അകത്തിട്ട് ഇളക്കി എടുത്തിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇത് എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ എണ്ണ ഒരുമാതിരി നമുക്ക് നല്ല മൂപ്പാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല പൊടിയുന്ന പോലെയാണ്. എണ്ണ കരിഞ്ഞു പോലെ കണ്ടമാനം കറുത്ത് പോരും. അതൊരു എണ്ണ അത് നമ്മൾ ഇതിൻ്റെ എണ്ണ അത് പാകമാകുമ്പോൾ നമുക്കറിയാം അത് എടുക്കേണ്ടത് എങ്ങനെയാണ്. ഇതുകൊണ്ടോ ഞാൻ ഈ കയ്യിന് ഉണങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ പറമ്പുകൾ വർഷങ്ങളായിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഞാനിത് സംരക്ഷിച്ച് പോകുന്നത് നശിച്ചു പോകാതെ. ഇങ്ങനെ ഉണങ്ങി വെക്കുന്ന നമ്മുടെ ഈ പച്ചക്കയ്യന് ഇല്ലാത്ത സമയത്ത് ഇത് വേനയ്ക്കൊക്കെ ആകുമ്പോഴത്തേന് ഇത് കരിഞ്ഞു പോകും. കാരണം നല്ല വെള്ളം ഇല്ലെങ്കിൽ ഇത് നശിച്ചു പോകും. അപ്പം ഇത് നമുക്കെടുത്ത് ഉപയോഗിക്കാം. ഇത് പറഞ്ഞ പോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ടങ്ങ് പൊടിച്ചങ്ങ് ഇട്ടാച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എണ്ണ ഇടിച്ചിട്ട് അന്ന് കാച്ചി എടുത്തിട്ട് നമ്മളൊരു കുപ്പിക്കകത്ത് തണുത്ത് കഴിയുമ്പോൾ ഒഴിച്ച് വെച്ചിട്ട് ഇത് ഈ ഇലയും തണ്ടും എല്ലാം കൂടെ കുപ്പിക്കകത്തിട്ട് വെച്ചാൽ മതി. ഇതിൻ്റെ ആ ഗുണങ്ങളെല്ലാം ഈ എണ്ണയ്ക്കകത്ത് ഇറങ്ങും. നമുക്ക് ഉപയോഗിക്കാം, തലയിൽ വെക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് കണ്ടോ, ഈ നമ്മൾ എണ്ണ കാച്ചുമ്പോഴത്തേന് ഇതിൻ്റെ തണ്ടിനോട് കൂടി തണ്ടും ഇലയോട് കൂടി പൂവും കൂടെ ഉപയോഗിക്കാം. അപ്പോൾ ഈ പൂവാണ് ഇതിൻ്റെ അകത്ത് ഈ അരിയാണ്. ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേന് ഇത് കാറ്റൊക്കെ വീഴുമ്പം ഇതൊക്കെ പറന്ന് നമ്മുടെ പറമ്പുകളിലൊക്കെ വീണ് ഒരു ചെടിയും മതി. അപ്പോൾ അതിലേക്ക് വീണത് ഉണ്ടായിക്കോളും. പ്രത്യേകിച്ച് പിന്നെ വെച്ച് പിടിപ്പിക്കേണ്ട കാര്യമൊന്നും. നമ്മുടെ ഒരു പറമ്പിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അതിനെല്ലാം പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ ആയിക്കോളും. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ചെടി എവിടെയെങ്കിലും കാണുമെന്ന് നട്ടു വളർത്തണം. ഈ ചെടി വംശനാശം വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഈ ചെടി നശിച്ചു പോകാതെ നമ്മൾക്ക് ഉപയോഗപ്രദവുമാണ്. എന്നാൽ നമുക്ക് ഈ ചെടി നശിച്ചു പോകാതെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചി നന്നായിട്ട് ഇത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ എണ്ണയുടെ പരിവായി കഴിയുമ്പോൾ അതിനകത്ത് ഈ കയ്യന്യത്തിൻ്റെ തണ്ടുകളും ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തണ്ടും ഇലകളും ഒക്കെ ഇടിച്ചിടുവാണെങ്കിൽ അതങ്ങ് കണ്ണുള്ള ഒരു തവിക്ക് കോരി അങ്ങ് മാറ്റിയിട്ട് പിന്നെ നമ്മൾ എണ്ണ അരിച്ചെടുത്തേച്ചാണ്. അപ്പോൾ എണ്ണ അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ ഇലകളൊക്കെ ശാലം കിടന്നാലും ഒന്നും കുഴപ്പമില്ല. അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല അരിച്ചെടുത്തേച്ചാണ്. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം.
ഇത്രയും കാര്യങ്ങളാണ് ഈ കയ്യിനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരു ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഇതൊന്ന് ഷെയറും ചെയ്യുക. കൃഷിയെക്കുറിച്ചുള്ള ഒരു വേറെ വിഷയമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും.